ഹലോ ഗായ്സ്, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിൽ ചില മന്ദബുദ്ധികൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് അതിലേറെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ മക്കളെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം മക്കൾ, അതായത് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാത്തതൊന്നും തന്നെ മറ്റൊരു മക്കൾക്ക് ഞാൻ കൊടുക്കാൻ എനിക്ക് മനസ്സ് വരില്ല. കാരണം എവിടെയും എൻ്റെ സ്വന്തം മക്കൾക്കാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത്. അപ്പോൾ മറ്റേതൊക്കെയോ മക്കളെടുത്തുകൊണ്ട് വന്നിട്ട് അയ്യോ എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലമുറ ഇട്ട് ആക്ട് ചെയ്യുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാൻ എൻ്റെ മക്കള് എൻ്റെതല്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെതല്ല എന്നൊക്കെ പറഞ്ഞതിനെ ഞാൻ കളിയാക്കിയത് തന്നെയാണ്. അതായത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ മക്കളെയാണ് കൂടെ കൊണ്ടു പോകാറ്, അല്ലാതെ മറ്റൊരാളുടെ മക്കളെ, എൻ്റെ മക്കള് അത് കണ്ട് മനസ്സ് വേദനിക്കില്ല. അതായത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാത്തതൊന്നും തന്നെ മറ്റൊരു മക്കൾക്ക് കൊടുക്കുന്നത് കണ്ട് എൻ്റെ മക്കളുടെ മനസ്സ് വേദനിക്കില്ല. അപ്പോൾ കുട്ടികൾ എപ്പോഴും അവരുടെ മാതാപിതാക്കളെ ഇങ്ങനെ വീക്ഷിക്കുന്ന ആളുകളായിരിക്കും, അല്ലേ? അപ്പം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മാറ്റി നിർത്തിയിട്ട് വേറൊരു കുഞ്ഞുങ്ങളെ എടുത്ത് ഞാൻ എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് എൻ്റെ മാറോട് ചേർത്ത് അണക്കില്ല എന്ന് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത കഴുത ജന്മങ്ങളെ എന്ത് ചെയ്യാനാണ്. പിന്നെ ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ചിരുന്ന ഒരു സത്യം, അതായത് എൻ്റെ എത്രയോ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് എന്ന്. ഈ കുറേ കല്യാണ നാടകങ്ങൾ കളിച്ച് കുറേ ഓടിത്തളർന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഏത് വണ്ടി കണ്ടാലും ഇത് സെക്കൻഡ് ഹാൻഡ് ആയിരിക്കുമോ, അപ്പോൾ അതോ ഇതിനി തേർഡ് ഹാൻഡ് ആയിരിക്കുമോ, അതോ ഇനി ഇത് ഫോർത്ത് ഹാൻഡ് ആയിരിക്കുമോ എന്നവർക്ക് ചിന്തിക്കാം. പക്ഷെ അത് ഓട്ടിക്കുന്ന ഡ്രൈവറിനാണ് അത് ഫസ്റ്റ് ഹാൻഡ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇനി എന്ത് തന്നെ ആയിരുന്നാലും ആ വണ്ടി ഓടിക്കുന്ന ആളാണ് ആ വണ്ടിയുടെ അവകാശം, അല്ലെങ്കിൽ ആ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആണോ ഫസ്റ്റ് ഹാൻഡ് ആണോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടതും ഉണ്ടാകുന്ന കേടുപാടുകൾ നീക്കം ചെയ്യേണ്ടതും ഒക്കെ അത് അവരുടെ ആ ഡ്രൈവറാണ് ചെയ്യേണ്ടത്. പക്ഷെ ചില ഡ്രൈവർമാരുണ്ട്, സ്വന്തം വണ്ടി ഉണ്ടെങ്കിലും ആ വണ്ടി ഇങ്ങനെ കുറേ ഓടിത്തളർന്ന വണ്ടികളായിരിക്കുമല്ലോ. അപ്പം ആ വണ്ടി ഓടിച്ചിട്ട് വലിയ മെച്ചമൊന്നും ഇല്ല. അപ്പോൾ വേറൊരുത്തൻ ഓട്ടിക്കുന്ന വണ്ടി കാണുമ്പോഴത്തേക്ക് തള്ളേ ഇവൻ കൊണ്ട് കിടിലം വണ്ടിയാണ്, കൊണ്ട് നടക്കണം. അങ്ങനെ ഇപ്പം അവ ഇങ്ങനെ നല്ല വണ്ടി കൊണ്ട് നടക്കണ്ട, ആ വണ്ടിക്ക് ഞാനൊരു 10-15 കുറ്റം അങ്ങോട്ട് പറയാം എന്ന് ചിന്തിക്കുന്ന കുറേ അലവലാദികളും ഉണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനെ വാങ്ങിച്ചു പിടിക്കണത്? ഇനി ഇത് എവിടെയോ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് അത്രേ. എൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചതാണ് എൻ്റെ മൂത്ത മകൻ എൻ്റെ ആദ്യത്തെ കെട്ടിലുള്ളതാണെന്ന്. അത് കെട്ടിയതുമല്ല, ഉണ്ടായതാണ്. പക്ഷേ വേറൊരു വിഷയം എന്തിനെന്നറിയാമോ മോനെ, അവൻ എൻ്റെ മൂത്ത മകനല്ല, അവൻ എൻ്റെ രണ്ടാമത്തെ മകനാണ്. അവിടെയാണ് പൊട്ടിപ്പോയത്. ഇത് ഒന്നും പറയാനില്ല. ഈ തലയ്ക്കകത്ത് ഉപ്പുവെള്ളമാണോ വെച്ചേക്കുന്നതെന്ന് കൂടി മനസ്സിലാകുന്നില്ല. ഇനി പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം സൈഡിൽ നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ നിൽക്കുന്നു എന്ന്, പാവം പോലെ നിൽക്കുന്നു എന്ന്. സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഭർത്താക്കന്മാർ അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ ഈ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ ക്യാമറ ഓണാക്കി അതുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ച് അവിടെ സെക്സ് കളിക്കാൻ പറ്റുമോടെ? പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ആളാണ്. നീ തന്നെയാണ് 2 ദിവസത്തിന് മുന്നേ പറഞ്ഞത് അവൻ ഇങ്ങനെ ഒടിഞ്ഞു കുത്തിയാണ് ഇരിക്കുന്നതെന്ന്. ഒടിഞ്ഞു കുത്തിയല്ല, ആ മനുഷ്യന് 2 കാലിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി മോൻ റെക്കമെൻഡേഷനും അല്ലെങ്കിൽ മോൻ എന്നെ ഭയപ്പെടുത്താൻ, മോൻ മാത്രമല്ല മോനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്യാങ് ഉണ്ടല്ലോ,
ആ ഗ്യാങ് എന്നെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നു, സൂഫി സഫർ അണ്ണൻ. ഈ സൂഫി സഫർ അണ്ണൻ ഇന്നലെ രാത്രി എന്തോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിലെ. അപ്പോൾ ഈ പേടിയുള്ള അല്ലെങ്കിൽ എന്തോ ചാരി നിർത്തിയിരിക്കുന്നത് പോലെ നിൽക്കുന്നു എന്ന് പറയുന്ന എൻ്റെ ഭർത്താവായിരുന്നു ഫോൺ എടുത്തത്. മോനെ, ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പം എൻ്റെ ഭർത്താവ് ഫോൺ എടുത്തിട്ട് അവനെന്തോ ഓമനിച്ചെന്നോ കൊഞ്ചിച്ചെന്നോ ഒക്കെ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല, നീ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ പാവമാണോ എന്ന് അവൻ പറഞ്ഞു തരും. പിന്നെ നീ എവിടെയെങ്കിലും നിന്നിട്ട് എൻ്റെ ഭർത്താവ് പാവമാണോ എന്ന് ചോദിക്കുന്നതിൽ നല്ലത്, എടാ ഞങ്ങൾ ഭീമാപള്ളിയിലാണ് താമസിക്കുന്നത്, നീ നേരിട്ട് വന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക് പാവമാണോ എന്നുള്ളത്. അപ്പം നിനക്ക് മനസ്സിലാകും. പിന്നെ എൻ്റെ ഭർത്താവ് നീ ഇരുന്ന് മാന്തി പൊളിക്കുന്നത് പോലെ പൊളിക്കുന്നില്ല എന്നാണെങ്കിൽ അതിനൊന്നും ആ മനുഷ്യന് നേരെയില്ല. ആ മനുഷ്യൻ സ്വന്തം കുടുംബത്തിനെയാണ് പോറ്റുന്നത്. അതായത് സ്വന്തം ഭാര്യയെയും സ്വന്തം മക്കളെയുമാണ് പോറ്റുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിയെടുക്കണം. അദ്ദേഹത്തിന് ഞാൻ പോറ്റേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന ഒരു കാലത്ത് ഞാൻ പോറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പോറ്റണം. എന്നെയും എൻ്റെ മക്കളെയും അദ്ദേഹം പോറ്റണം. അത് നാട്ടു നടപ്പാണത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഒരു കുടുംബത്തിലെ കുടുംബനാഥന്റെ ഉത്തരവാദിത്വങ്ങളിൽ പെട്ടതാണ് അവരുടെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുക എന്നുള്ളത്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോളിൽ കൂടി കൈയിട്ട് ഉമ്മ വെച്ച് കളിക്കുക എന്നുള്ളതല്ലല്ലോ. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, അവർക്ക് വേണ്ടുന്ന വസ്ത്രം, അവർക്ക് വേണ്ടുന്ന പാർപ്പിടം, അവരുടെ മറ്റാവശ്യങ്ങൾ, പഠനം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കഠിനാധ്വാനം ചെയ്താലേ നമ്മുടെ നാട്ടിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് സ്വന്തം ഫാമിലിയെയാണ് പോറ്റുന്നത്. മനസ്സിലായി കാണുമല്ലോ. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന സ്ത്രീയെയോ മക്കളെയോ അല്ല എൻ്റെ ഭർത്താവ് പോറ്റുന്നത്. സ്വന്തം ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ 6 കുഞ്ഞുങ്ങളെയുമാണ് അദ്ദേഹം പോറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് ജോലി ചെയ്തേ മതിയാകുള്ളൂ. അപ്പോൾ എൻ്റെ ഭർത്താവ് നല്ലൊരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വളരെ മാന്യമായിട്ടാണ് എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാന്തിക്കീറലുകൾ അല്ലെങ്കിൽ തെറി വിളിക്കൽ, മറ്റുള്ള സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിൻ്റെ മണപ്പിച്ചിട്ട് അയ്യോ കപ്പ പൂള ഇങ്ങനെയൊന്നും പറഞ്ഞ് ശീലമുള്ള ഒരാളല്ല എൻ്റെ ഭർത്താവ്. ഒന്നാമത്തത്. രണ്ടാമത്തത്, എൻ്റെ ഭർത്താവ് ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. പിന്നെ നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ കഴുത എന്തോ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ അവർ പുറത്തു കൊണ്ടുവരും എന്ന്. ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ കുറിച്ച് പുറത്ത് പറയുന്നില്ല എന്ന് പറയാൻ മനസ്സില്ല. അങ്ങനെ നിങ്ങൾക്കൊക്കെ വലിച്ചു കീറി തിന്നാനുള്ളതല്ല എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഫാമിലിയാണ്. ഇഷ്ടപ്പെടാത്ത മീൻസ് നിങ്ങൾക്ക് പിച്ചി കീറി തരാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ പറയില്ല. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു. ഞാനായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ എന്തോ പറയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതും എനിക്ക് പറയാൻ മനസ്സില്ല. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ. എൻ്റെ കൂടെ ആയിരുന്നില്ല എൻ്റെ സഹോദരൻ വളർന്നത്, എൻ്റെ കൂടെ ആയിരുന്നില്ല എൻ്റെ സഹോദരൻ ജീവിച്ചിരുന്നത്, എൻ്റെ സഹോദരൻ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന സമയത്തായിരുന്നു അവൻ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം എനിക്ക് അറിയാൻ പാടില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അപ്പം അതുകൊണ്ട് അതും എനിക്ക് പറയാൻ മനസ്സില്ല. നിങ്ങൾ പോയി കണ്ടുപിടിച്ചോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഭർത്താവ് നല്ലതാണോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഭയന്നിട്ടാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കും. എന്നെ ഭയന്നിട്ടാണോ അദ്ദേഹം ജീവിക്കുന്നത്, അതോ ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണോ ജീവിക്കുന്നതെന്നൊക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ലേ വേണ്ട, ഞങ്ങൾ ജീവിക്കുന്നത് ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വന്ന് നിങ്ങൾ അന്വേഷിച്ചോ. എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ ഊഹാഭോഹങ്ങളല്ലല്ലോ മോനെ പറയാനുള്ളത്. ഞാനും നിങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞത് ഒന്നുപോലും ഊഹാഭോഹങ്ങളല്ല, എല്ലാം വിത്ത് എവിഡൻസ് അല്ലേ പറഞ്ഞത്. വിത്ത് എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും കാണാം. ബൈ.